ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു നല്ല അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെന്ത് കിട്ടി നമ്മളൊന്ന് ഉടയ്ക്കുക, നൈസായിട്ടൊന്ന് ഉടയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കൊരു ചട്ടി വയ്ക്കാം. അതിലേക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കാം. നമുക്കതിൽ സബോള വാട്ടിയെടുക്കാനുണ്ട്. പിന്നെ നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് കേട്ടോ. അതിട്ടിട്ടൊന്ന് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും. ഇതിനെ നമ്മുടെ ഇളക്കി മിക്സാക്കി നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അത് നമ്മളൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മൾ ഇതുപോലെ സെറ്റാക്കി ഉടച്ചെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി, ഇതിൽ മെയിനായിട്ടുള്ള സാധനമാണ് ബ്രെഡ്. അപ്പോൾ നമ്മൾ ബ്രെഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഗ്രേവി ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഇതിൽ തോന്നിയത് ടീസ്പൂണിനേക്കാളും നല്ലത് കൈ കൊണ്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി എനിക്ക് എളുപ്പം തോന്നിയത് കേട്ടോ. നമ്മളിവിടെ ഗ്രേവി 3 ബ്രെഡിലാക്കിയതിന് ശേഷം ഈ ബ്രെഡ് ഉണ്ടല്ലോ നമ്മൾ കത്തി വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമ്മൾ 3 പീസാക്കി മുറിക്കണം കേട്ടോ. ഉപയോഗിച്ചിരിക്കുന്നത് 6 ബ്രെഡാണ് കേട്ടോ. 6 ബ്രെഡ് മുറിച്ച് പീസാക്കി വേറെ പ്ലേറ്റിലേക്ക് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി, നമുക്ക് ആവശ്യത്തിനുള്ള മൈദാമാവ് ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പാണ് കേട്ടോ. അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായി മിക്സ് ആവാനായിട്ടൊന്ന് ഇളക്കണം കേട്ടോ, സ്പൂൺ വെച്ചിട്ട്. എല്ലാം മിക്സായി തോന്നിക്കഴിഞ്ഞാൽ ഞാനവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ച് നമ്മൾ ആ ബാറ്ററൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് തയ്യാറാക്കി എടുക്കണം. ഞാനവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്കിത് ആവശ്യമുണ്ട്. അപ്പോഴേ നമ്മുടെ സംഭവമൊക്കെ തുടങ്ങി. നമ്മൾ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ മൈദാമാവിലേക്ക് മുക്കി, പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് മുക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും നമ്മൾ ഇതുപോലെ ചെയ്ത് സെറ്റാക്കണം. നമുക്ക് പൊരിച്ചെടുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ഇവിടെ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്
അത് ചൂടായി വന്നതിന് ശേഷം നമ്മളിവിടെ സെറ്റാക്കി വെച്ച സംഭവം നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ മുരിഞ്ഞ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം. ആദ്യം പപ്പഴത്തിൻ്റെ അഭിപ്രായം ചോദിക്കാം അല്ലേ. അങ്ങനെ എല്ലാവരും നന്നായിട്ടുണ്ടെന്നാണ് കേട്ടോ പറയണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും കഴിച്ചു നോക്കി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തോളട്ടെ. നല്ല സാധനമാണ്.